യേശുവിൻ്റെ ജീവിതത്തിലെ ലോക ചരിത്രത്തിലെ ആ പ്രധാന സംഭവങ്ങളെ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് എടുക്കാം മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യം. വേദപുസ്തകമുള്ളവർ വേദപുസ്തകം തുറക്കുക, അല്ലെങ്കിൽ സ്ക്രീനിൽ ഉള്ള ദൈവവചന വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ഉച്ചത്തിൽ എപ്പോഴും വായിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഒരുമിച്ച് വായിക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറവിൻ. ശിഷ്യന്മാരെ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി. സന്ധ്യ ആയപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിൽ ഇരുന്നു. അപ്പം യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലായിരുന്നു ആബീബ് മാസം 14-ാം തീയതി ആചരിക്കുന്ന പെസഹ. അപ്പോൾ ഒരു മാളിക മുറിയിൽ യേശുവും ശിഷ്യന്മാരും പെസഹ ആചരിക്കുവാനായിട്ട് കൂടി വന്നു. എന്താണ് പെസഹ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയാറുണ്ട് പെസഹ പെസഹ. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം പാസ് ഓവർ, കടന്നുപോക്ക്. ഒന്ന് പറഞ്ഞേ, കടന്നുപോക്ക്, പാസ് ഓവർ. എന്താണ് പാസ് ഓവർ, കടന്നുപോക്ക് എന്ന് പറഞ്ഞാൽ? ആര് എന്തിനെ പാസ് ഓവർ ചെയ്തു, കടന്നുപോയി? 400 വർഷം ശക്തമായിട്ടുള്ള മിസ്രയീം സാമ്രാജ്യത്തിൻ്റെയും ഫറവോ രാജാക്കന്മാരുടെയും അടിമകളായിട്ട് കഷ്ടം സഹിച്ച് ഇസ്രായേൽ ജനം ജീവിച്ചു. എന്നാൽ ദൈവം തൻ്റെ പദ്ധതി പ്രകാരം മോശ എന്ന നേതാവിനെ അവരുടെ ഇടയിൽ എഴുന്നേൽപ്പിച്ചു. 9 ബാധകൾ മിസ്രയീം ദേശത്ത് അയച്ചിട്ടും ദുഷ്ടനായ ഫറവോൻ രാജാവ് ഇസ്രായേൽ ജനത്തെ അവരുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയില്ല. എന്നാൽ 10ാമത്തെ ബാധ അയക്കുന്നതിന് മുമ്പ് ദൈവം തൻ്റെ ദാസനായ മോശയോട് സംസാരിച്ചു. പുറപ്പാട് പുസ്തകം 12-ന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹോവ മോശയോടും അഹറോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി, ഒരുമിച്ച് വായിക്കും, അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരാ എങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവൻ്റെ വീടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇസ്രായേലർ അറുത്തിരുന്ന പെസഹ കുഞ്ഞാട് സർവ്വപാപങ്ങളുടെയും പരിഹാരമായിട്ട് അറുപ്പാൻ പോകുന്ന ക്രിസ്തു യേശുവിൻ്റെ സാദൃശ്യമാണ്. 1 കൊരിന്ത്യർ 5:7 പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ. 5-ാം വാക്യത്തിൽ ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. പെസഹയ്ക്കുള്ള ആട്ടിൻകുട്ടിക്ക് യാതൊരു കുറവും ഉണ്ടാകാൻ പാടില്ല, യാതൊരു ഊനവും ഉണ്ടായിരിക്കാൻ പാടില്ല. ആബീബ് മാസം 10 മുതൽ 14 വരെയുള്ള തീയതികളിൽ 4 ദിവസങ്ങൾ ഈ ആട്ടിൻകുട്ടിയെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്, അതിനെന്തെങ്കിലും ഈ 4 ദിവസം സൂക്ഷിക്കുമ്പോൾ ഈ ആട്ടിൻകുട്ടിക്ക് എന്തെങ്കിലും ഊനമുണ്ടോ, എന്തെങ്കിലും കേടുണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിനായിട്ടാണ് 4 ദിവസം സൂക്ഷിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ യേശുവിൻ്റെ
പരസ്യ ശുശ്രൂഷ കാലയളവിന് ശേഷവും ശത്രുക്കൾക്ക് പോലും യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. ഇനി പെസഹ കുഞ്ഞാടിനെ എന്ത് ചെയ്യാനായിട്ടാണ് ദൈവം കൽപ്പിച്ചത്? 6-ാം വാക്യം അവസാനം പറയുന്നു, ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അപ്പൊ പരിശോധിച്ച് കുറ്റമില്ലെന്ന് കണ്ട ആ ആട്ടിൻകുട്ടിയെ അറുക്കണം, കൊല്ലപ്പെടണം ആട്ടിൻകുട്ടി. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. 7-ാം വാക്യം പറയുന്നു, അതിൻ്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ അതിനെ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാൽ 2 കുറുമ്പടിമേലും പുരട്ടണം, അതിൻ്റെ രക്തം. അപ്പോൾ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയുള്ള പ്രൊട്ടക്ഷൻ ആ വീടിന് ലഭിക്കണമെങ്കിൽ, ആ വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ, അത് സ്വന്തം വീടിൻ്റെ വാതിൽ കട്ടളക്കാളിലും കുറുമ്പടിമേലും ആ രക്തം പുരട്ടണം. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, യേശു എന്ന പെസഹ കുഞ്ഞാട് സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചു. എന്നാൽ ഒരു വ്യക്തി അത് സ്വന്തം ജീവിതത്തിൽ അംഗീകരിക്കുമ്പോൾ ആ യേശുവിൻ്റെ രക്തത്താലുള്ള പ്രൊട്ടക്ഷൻ എനിക്കും നിങ്ങൾക്കും ലഭിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. 8-ാം വാക്യം, അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം, കയ്പ് ചീരയോടുകൂടി തിന്നണം. അപ്പൊ ദൈവം അവർക്ക് ഒരു വലിയ വാഗ്ദാനം നൽകി. എന്താണ്? അന്ന് രാത്രി ഞാൻ മിസ്രയീം ദേശത്തു കൂടി നടന്ന് ന്യായവിധി നടത്തും. മിസ്രയീം ദേശത്തുള്ള സകല മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ ഞാൻ സംഹരിക്കും. എന്നാൽ രക്തം അടയാളമുള്ള ഒറ്റ വീട്ടിലും ന്യായവിധി ഉണ്ടാകില്ല. രക്തം പുരണ്ട സകല വീടുകളെയും കടന്നു പോകും. പാസ് ഓവർ കടന്നു പോകും. അതാണ് പെസഹ. അതാണ് യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ. യേശുവിൻ്റെ രക്തത്താൽ ലഭിച്ച പ്രൊട്ടക്ഷനെ ഓർത്ത് കർത്താവിനൊന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാവാം. ആമേൻ. അപ്പൊ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ അന്ന് രാത്രി സംഭവിച്ചു. അതോടുകൂടി ഫറവോന്റെ ഓർഡർ വന്നു, ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചേക്കാനായിട്ട് പറഞ്ഞു. ഏകദേശം 40 ലക്ഷം ജനങ്ങൾ മിസ്രൈമിൽ നിന്നിറങ്ങി. എത്ര ലക്ഷം ജനങ്ങളാണ് മിസ്രൈമിൽ നിന്നിറങ്ങിയേ? പാസ് ഓവർ കഴിയുന്നതോടെയും 40 ലക്ഷം ജനങ്ങൾ മിസ്രൈമിൽ നിന്നിറങ്ങി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു അറുക്കപ്പെട്ടതിനാൽ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന്, സാത്താന്റെ അധീനതയിൽ നിന്ന് നമുക്ക് ജയം വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് പാടാം, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥർ നാമത്തിനു ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥർ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥർ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. യഹൂദന്മാർക്ക് ഒരു 7 തരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ടായിരുന്നു, പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യ പെസഹ ഫലപ്പെരുന്നാൾ, ആദ്യ ഫലപ്പെരുന്നാൾ, പെന്തക്കോസ്റ്റ് പെരുന്നാൾ, കാഹളനാദോത്സവം, പാപപരിഹാര ദിവസം, കൂടാര പെരുന്നാൾ. ഇങ്ങനെ പെരുന്നാളുകളുണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് പെസഹ. അപ്പോൾ പെസഹ യഹൂദന്മാർക്ക് ഒരു ഫെസ്റ്റിവലായിരുന്നു. നമ്മൾ ഈ ഫെസ്റ്റിവലൊക്കെ എന്തിനാ ഓർക്കുന്ന?
എന്തിനാ നമ്മളിങ്ങനെ ഉത്സവങ്ങൾ ഓർക്കുന്നത്, ഈ സെലിബ്രേഷൻസ് ഓർക്കുന്നത്? നമ്മുടെ തലമുറകൾക്കും ഈ കാര്യങ്ങൾ മനസ്സിലാകണം. ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പെസഹ വ്യാഴം എന്താണ്, ഗുഡ് ഫ്രൈഡേ എന്താണ്, സാറ്റർഡേ എന്താണ്, അത് കഴിഞ്ഞുള്ള റിസറക്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ. യേശു ശിഷ്യന്മാരും മറ്റ് യഹൂദന്മാരെ പോലെ പെസഹ ആചരിച്ചു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പെസഹ ആചരിക്കുന്ന അതേ ദിവസം തന്നെ യേശുവിനെ ക്രൂശിക്കാനായിട്ട് പിടികൂടിയത്? വർഷത്തിലെ മറ്റേതെങ്കിലും ദിവസമാകാമായിരുന്നില്ലേ ആ സംഭവം? ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ആ ദിവസം പെസഹായും ആ ദിവസം തന്നെ യേശു പിടിക്കപ്പെടണം. കാരണം യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സകല മനുഷ്യർക്കും വേണ്ടി പെസഹ കുഞ്ഞാടായ യേശു അറുക്കപ്പെട്ടു. യേശു അറുക്കപ്പെട്ടത് കൊണ്ട് ഇനി ഒരു സാക്രിഫൈസിൻ്റെയും ഒരു യാഗത്തിൻ്റെയും ആവശ്യമില്ല. അറുക്കപ്പെട്ട കുഞ്ഞാട് സർവസ്തുതിക്കും യോഗ്യനെന്ന് നിത്യതയിലും യേശു ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. യേശുവിൻ്റെ ആ പെസഹ ശുശ്രൂഷയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. 1 കൊറിന്ത്യർ 11:23 മുതൽ 26 വരെയുള്ള വാക്യം. പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 1:11 മുതൽ 23 മുതൽ 26 വരെ. നമ്മൾ ഇതെപ്പോഴും ലോർഡ് സപ്പറിൻ്റെ സമയത്തൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. ഒരുമിച്ച് സ്ക്രീനിൽ നോക്കി വായിച്ചോ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പൊ കർത്താവ് വീണ്ടും വരുവോളം, കർത്താവ് വീണ്ടും വരുന്നത് വരെ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ശുശ്രൂഷ നടത്തുവാനായിട്ട് നമുക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പെസഹ എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്നുള്ള ഒരു വിടുതലിൻ്റെ ഓർമ്മയായിരുന്നത് പോലെ ഈ ശുശ്രൂഷ അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തു നമ്മളെ പിശാചിൻ്റെ അധികാരത്തിൽ നിന്നും നരകത്തിൽ നിന്നും വീണ്ടെടുക്കുവാനായിട്ട് അവസാന തുള്ളി രക്തം വരെ വാർന്ന് ജീവൻ വെച്ചു കൊടുത്ത പുതിയ നിയമം സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഉള്ളതാണ്. ആമേൻ. ഇപ്പം മാളിക മുറിയിലെ ആ ശുശ്രൂഷയ്ക്ക് ശേഷം ഗത്സമേന തോട്ടത്തിലേക്ക് യേശു കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. അവിടെ വെച്ച് മഹാപുരോഹിതൻ്റെ ആളുകൾ യേശുവിനെ അറസ്റ്റ് ചെയ്തു. ഭയം കാരണം യേശുവിൻ്റെ സകല ശിഷ്യന്മാരും യേശുവിനെ വിട്ട് ഓടിപ്പോയി. സന്നിദ്രീം സംഘത്തിൻ്റെ മുമ്പിൽ യേശുവിനെ വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും, ഒരൊറ്റ കുറ്റം പോലും യേശുവിനെ പേരിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. കള്ളസാക്ഷികളെ കൊണ്ടുവന്നിട്ട് പോലും യേശുവിൻ്റെ കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് പറ്റിയില്ല. യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ദൈവദൂഷണം പറഞ്ഞു എന്നവര് കുറ്റം ചുമത്തി. മത്തായി 26:67-68. അപ്പോൾ അവർ യേശുവിൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലരവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. പുലർച്ചയ്ക്ക് യേശുവിനെ കൊല്ലുവാനുള്ള അനുവാദം ലഭിക്കാൻ വേണ്ടി റോമൻ ഗവർണറായ പിലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവിടെ വിസ്താരം തുടങ്ങി. പിലാത്തോസിനും യേശുവിൽ കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചില്ല.
മത്തായി 27, 22, 23 പറയുന്നു, പിലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണം എന്നവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു. യഹൂദന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം കൈ കഴുകിയ ശേഷം യേശുവിനെ ചെമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ചെമ്മട്ടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ യേശുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് അടിക്കുന്ന ആ സീനുണ്ട്. എല്ലിൻ കഷ്ണങ്ങളും അതിൻ്റെ അറ്റത്ത് കൊളുത്തുകളും പിടിപ്പിച്ചിട്ടുള്ള ചമ്മട്ടി കൊണ്ടുള്ള അടി ഏൽക്കുമ്പോൾ, അതിൻ്റെ അറ്റത്തുള്ള കൊളുത്തുകളെല്ലാം കൂടി ചെന്നിട്ട് അടി ഏൽക്കുമ്പോൾ അത് പുറത്ത് ചെന്ന് കൊളുത്തി പിടിച്ചു കഴിഞ്ഞിട്ട് ആ സോൾജിയർ ആ ചെമ്മട്ടി ഇങ്ങനെ വലിക്കുമ്പോൾ ആ ഭാഗത്തുള്ള എല്ലാ മാംസവും കൂടി പറഞ്ഞിങ്ങോട്ട് പുറത്തോട്ട് വരും. രക്തമൊഴുകും, തൊലി പൊളിഞ്ഞ് പലയിടത്തും ശരീരത്തിലെ എല്ല് കാണുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് മാറും. സങ്കീർത്തനം 129:3 പറയുന്നു, ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു എന്ന് പറയുന്നു. ഒരു കണ്ടം ഉഴവുകാൽ ഉഴുന്ന എങ്ങനെയാ? അതുപോലെ യേശുവിൻ്റെ ആകൃതി, അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടാൽ മനുഷ്യനല്ല. ഒരു ആളെ കണ്ടാൽ മനുഷ്യൻ അല്ല എന്ന് തോന്നുന്ന രീതിയിൽ വിരൂപമായിട്ട് മാറി യേശുവിൻ്റെ രൂപം. യേശുവിൻ്റെ വസ്ത്രം അഴിപ്പിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് യേശു പറഞ്ഞതുകൊണ്ട് അവനെ രാജാവെന്ന നിലയിൽ കളിയാക്കുവാൻ വേണ്ടിയാണ് ചക്രവർത്തിമാര് ധരിക്കുന്നത് പോലെയുള്ള ഒരു ചുവന്ന മേലങ്കി യേശുവിനെ അവർ ധരിപ്പിച്ചത്. രാജാവൊക്കെ പിടിക്കുന്നത് പോലത്തെ ഒരു ചെങ്കോലിന് പകരം കളിയാക്കിക്കൊണ്ട് ഒരു മുളങ്കോലും യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു. രാജാവ് വെക്കുന്ന രാജകിരീടത്തിന് പകരം മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് യേശുവിൻ്റെ തലയിൽ കുത്തിയിറക്കി. യേശുവിനെ അവർ തുപ്പി, കോൽ കൊണ്ട് തലക്കടിച്ചു. പിന്നീട് ഭാരമേറിയ ക്രൂശ് യേശുവിൻ്റെ തോളിൽ വെച്ച് അവനെ ക്രൂശിക്കാനായിട്ട് ഗോൽഗോഥായിലേക്ക് കൊണ്ടുവന്നു. മത്തായി 27:33-34 പറയുന്നു, തലയോടിടമെന്ന അർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന് കയ്പു കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയപ്പോൾ അവന് കുടിപ്പാൻ മനസ്സായില്ല. അപ്പൊ ക്രൂശീകരണത്തിൻ്റെ ഈ വേദന അറിയാതിരിക്കാനായിട്ട് മയങ്ങിപ്പോകുന്ന കയ്പ് കലർത്തിയ വീഞ്ഞ് യെരുശലേമിലെ ധനികരായിട്ടുള്ള ചില സ്ത്രീകൾ ക്രൂശിക്കപ്പെടുന്നവർക്ക് സൗജന്യമായിട്ട് കൊടുത്തു പോകുന്നു. അപ്പൊ മൂര് കലർത്തിയ വീഞ്ഞ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ. മർക്കോസ് 15:23 കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു, അവനോ വാങ്ങിയില്ല എന്ന് വായിക്കുന്നു. ഈ കണ്ടിവെണ്ണയും മൂരും കലക്കിയ വീഞ്ഞ് ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നു. കണ്ടിവെണ്ണ എന്ന് പറയുന്നത് ആനക്കുട്ടിയുടെ ആദ്യ ദിവസങ്ങളിലെ വിസർജനമാണ് കണ്ടിവെണ്ണ. അപ്പൊ യേശു വേദന അറിയാതിരിക്കുന്നതിനുള്ള ആ പാനീയം യേശു ഉപയോഗിച്ചില്ല. നമുക്കായിട്ട് എല്ലാ വേദനയും യേശു സുബോധത്തോടെ അനുഭവിച്ചു. റോമാക്കാരെ ഏറ്റവും വലിയ കുറ്റവാളികൾക്ക് നൽകുന്ന ശിക്ഷയായിരുന്നു ക്രൂശ് മരണം. ഒരാള് ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നീചമായ മരണമാണ് സമൂഹത്തിൽ. അവൻ ശപിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അവൻ നിന്ദിക്കപ്പെട്ടവനാണ് എന്നുള്ള അർത്ഥമാണ് ഒരുത്തനെ ക്രൂശിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ക്രൂശ് എന്ന് പറഞ്ഞാൽ അത് ശാപത്തിൻ്റെയും നിന്ദയുടെയും അടയാളമായിരുന്നു. ആ ക്രൂശിൽ യേശുവിനെ അവർ കിടത്തി, കൈകളിലും കാലുകളിലും നീണ്ട ഇരുമ്പാണി അടിച്ചു കയറ്റി ക്രൂശിനോട് ചേർത്ത് ബന്ധിച്ച ശേഷം സകല ജനവും കാണെ യേശുവിനെ ക്രൂശിച്ചു.
നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് അവന്റെ കുറ്റസംഗതി എഴുതി ക്രൂശിൽ യേശുവിന്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തും ഇടത്തുമായിട്ട് 2 കള്ളന്മാരെയും യേശുവിനോടുകൂടെ ക്രൂശിച്ചു. അന്ന് ഗോൽഗോഥാവിൽ ക്രൂശിക്കപ്പെട്ട 3 പേര് ലോകത്തിലെ മനുഷ്യവർഗത്തെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഒന്ന്, ഒരു ക്രൂശിൽ കിടക്കുന്നത് മാനസാന്തരപ്പെടാത്ത അല്ലെങ്കിൽ പശ്ചാത്തപിക്കാത്ത ഒരു പാപിയാണ്. ഒരു ക്രൂശിൽ കിടന്ന കള്ളൻ, നീ ക്രിസ്തു എങ്കിൽ നിന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് യേശുവിനെ ദുഷിച്ചു. ഈ കള്ളൻ പശ്ചാത്തപിച്ചില്ല, മാനസാന്തരപ്പെട്ടില്ല. അവൻ പാപത്തിൽ മരിച്ചു, നഷ്ടപ്പെട്ടു, നിത്യനരകത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ക്രൂശിൽ കിടക്കുന്നത് ലോകരക്ഷകനാണ്, പാപികളുടെ രക്ഷിതാവാണ്. സർവ്വലോകത്തിന്റെയും പാപത്തിനു വേണ്ടി യേശു അവിടെ യാഗമാവുകയാണ്. ഈ ക്രൂശ് മരണത്തിൽ രക്ഷയ്ക്കായി വിശ്വസിക്കുന്ന ഏവനും ദൈവമകനാകുവാനും നിത്യജീവൻ അനുഭവിക്കുവാനും കഴിയും. മൂന്നാമത്തെ ക്രൂശിൽ കിടന്നത് പശ്ചാത്തപിച്ച പാപിയാണ്, മാനസാന്തരപ്പെട്ട പാപിയാണ്. ഈ കള്ളൻ മറ്റവനെ ശാസിക്കുകയാണ്. അവൻ പറയാണ്, നമ്മൾ ന്യായമായിട്ട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇവനോ, യേശുവോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്നാ ക്രൂശിൽ കിടന്നു. യേശു അവനോട്, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് പറഞ്ഞു. ഒരു നിമിഷം ചിന്തിക്കുക. കുരിശിന്റെ ചൂട്ടിൽ നിന്ന് തന്നെ നരകത്തിലേക്കും പറുദീസയിലേക്കും 2 വഴികൾ പിരിയാണ്. കുരിശിന്റെ ചുവട്ടിൽ നിന്ന് തന്നെ. അതേത് വഴി തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ ഓരോ മനുഷ്യർക്കും തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. പാപത്തിൽ ജീവിക്കുന്നവർ
രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. അള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം. കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ. രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഉള്ള നീ മുഴുവൻ തുറന്ന്, ഉള്ള നീ മുഴുവൻ തുറന്ന്, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. ജീസസ്, തള്ളയാ കയ്യിലേ. പ്രിയപ്പെട്ടവരെ, 42 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടതെങ്കിലും യേശു കർത്താവുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നില്ല. കർത്താവ് എൻ്റെ ഹൃദയത്തോട് കൃത്യമായിട്ട് സംസാരിച്ചത് വേറൊന്നുമല്ല, ഞാൻ പാപിയാണെന്നുള്ളതാണ്. ഞാനൊരു സിന്നറാണ്, ഞാൻ പാപിയാണെന്നുള്ളത് കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു. പാപിയായ എനിക്ക് രക്ഷിതാവിനെ വേണമെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. എന്തെങ്കിലും ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയോ കുടുംബത്തിലെ കടബാധ്യത മാറുവാനോ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൻ്റെ വിടുതലിന് വേണ്ടിയല്ല ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്. അങ്ങനെ കണ്ടുമുട്ടുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ യേശുവിനെ 1983 യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാസ്കൽ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, there is a God's shaped vacuum in the heart of each man which cannot be satisfied by any created thing, only God by himself through Jesus Christ. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് ദൈവാകൃതിയുള്ളൊരു ശൂന്യത മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ആ ശൂന്യതയെ നികത്തുവാൻ ലോകത്തിലെ ഒന്നിനും സാധിക്കുകയില്ല. ആ ശൂന്യത നികത്തുവാൻ യേശു കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. 19ാമത്തെ വയസ്സിൽ എന്തോ ഒരു പ്രശ്നം എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് വന്നു. എന്തോ ഒരു ശൂന്യത, എന്തിൻ്റെ ഒരു നിറവ് കുറവ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു. ആ ഫീലിംഗ് വരാനുള്ള കാരണം എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് ഞാൻ കണക്റ്റഡ് അല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ആ ശൂന്യത മാറുന്നത്. അങ്ങനെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ അത്തരത്തിലുള്ള ഒരു ശൂന്യത ഉണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം നമുക്ക്. ഞാനൊന്നൊരു ചെറിയ പ്രാർത്ഥന ചൊല്ലിയാണ് എൻ്റെ യേശുവിനെ ഞാൻ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചത്. 1983 ഒരു ഡിസംബറിലാണ് 300 പേരിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഞാനും പായിലിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ദേവദാസൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പാപിയാണ്, എനിക്കും രക്ഷിതാവിനെ ആവശ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും
ഈ കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിന് പകരമായിട്ട് കർത്താവ് കാൽവരിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. നീതിക്കായിട്ട് ഞാനത് ഏറ്റുപറയുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രാർത്ഥന പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആ ദൈവദാസൻ അന്ന് സംസാരിച്ചു. ഞാൻ അന്ന് ആ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ചൊല്ലി. 300 പേരിരുന്ന മീറ്റിങ്ങിൽ എൻ്റെ ചിന്തയിൽ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന എല്ലാവരും അതിനു മുമ്പ് തന്നെ യേശു കർത്താവുമായിട്ട് വ്യക്തിപരമായ എൻകൗണ്ടറിൽ വന്നതായിരുന്നു. ഒറ്റയാള് മാത്രം എൻകൗണ്ടറിൽ വരാത്തൊരാളുണ്ടായിരുന്നു. അന്ന് ഞാൻ ആ കർത്താവുമായിട്ട് ബന്ധത്തിലേക്ക് വന്നു. എൻ്റെ ഹൃദയത്തിലെ ആ ശൂന്യത മാറി. ദൈവത്തിന് മാത്രം നിറയ്ക്കാൻ പറ്റുന്ന ആ സ്ഥലം എൻ്റെ സന്തോഷപൂരിതമായിട്ട് മാറി. ആരെങ്കിലും ഇന്നിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ വ്യക്തിപരമായിട്ട് കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വന്നിട്ടില്ല, അല്ല എനിക്ക് എൻ്റെ ജീവിതം ഒന്നും കൂടി ഈ ദിവസം ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ള തോന്നൽ, ചിന്ത പരിശുദ്ധാത്മാവ് ആരുടെയെങ്കിലും ഹൃദയത്തിൽ തരുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഞാൻ ഒരു പ്രാർത്ഥനാ വാചകം പറഞ്ഞു തരാം. ആത്മാർത്ഥമായിട്ട് ആ അവസ്ഥയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ചൊല്ലിയാൽ മതി. പ്രിയ പിതാവേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ പാപത്തിന് പകരമായി യേശു കർത്താവ് കാൽവരിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ പൈതലാക്കി എന്നെ മാറ്റണമേ. നിത്യജീവൻ എനിക്ക് നൽകണമേ. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത എല്ലാത്തിനെയും ഞാൻ ഓർക്കുന്നു. ഇന്നു മുതൽ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ, ആമേൻ. ആരെങ്കിലും അങ്ങനെ ഹൃദയത്തിൽ ആ പ്രാർത്ഥന ചൊല്ലിയെങ്കിൽ ദൈവവചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് നീ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പ്രിയപ്പെട്ടവരെ, ഉള്ള നീ മുഴുവൻ തുറന്ന്, ഉള്ള നീ മുഴുവൻ തുറന്ന് തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. തള്ളയാമേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രക്തത്താലുള്ള പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ആമേൻ. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ സകല ഭാരവും പേറി അതിവേദനയിൽ യേശു നിലവിളിച്ചു. ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ചു. മത്തായി 27:50 അവൻ പിന്നെയും ഉറക്ക നിലവിളിച്ചു എന്ന് കാണാം. ഒരു പ്രാവശ്യമല്ല, അനേകം പ്രാവശ്യം യേശുവിൻ്റെ നിലവിളി ഗോൽഗോഥായിൽ മുഴങ്ങി നിന്നു. എനിക്ക് നിങ്ങൾക്കും വേണ്ടി യേശു എത്ര വേദന സഹിച്ചു, എത്ര കണ്ണുനീർ തൂകിയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെയും നിങ്ങളെയും നഷ്ടപ്പെട്ട മനുഷ്യജാതിയുടെ വീണ്ടെടുക്കാനുള്ള പുതുവഴിയെ തുറക്കേണ്ടതിന് യേശു ഈ ക്രൂശ് മരണത്തിൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. ഇനി രക്ഷ പ്രാപിക്കുവാനായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേർച്ച കഴിക്കേണ്ട ആവശ്യമില്ല. കൃപയാൽ വിശ്വസിക്കുന്നതിലൂടെ ഏതു വ്യക്തിക്കും രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. പല വഴിയിൽ ഒരു വഴി എന്ന് പറഞ്ഞോ? പല സത്യത്തിൽ ഒരു സത്യമാണ് ഞാൻ എന്ന് പറഞ്ഞോ? ഇല്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. മറ്റൊരുത്തലിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല.
കാരണം രക്ഷയ്ക്ക് വേണ്ടി ഇതുപോലൊരു മറുവില മറ്റാരും നൽകിയിട്ടില്ല. യോഹന്നാൻ 19:28 മുതൽ 30 വരെ, അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട്, ഒരുമിച്ച് വായിക്കാം. തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോടടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. വീണ്ടെടുപ്പിൻ്റെ എല്ലാ വേലകളും യേശു നിറവേറ്റിയ ശേഷം പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ ഒരു കോലിൻ്റെ അറ്റത്ത് വെച്ച സ്പോങ്ങിൽ മുക്കി പുളിച്ച വീഞ്ഞ് ക്രൂശിൽ കിടന്ന യേശുവിൻ്റെ വായോട് അടുപ്പിച്ചു കൊടുത്തു. യേശു അത് കുടിച്ചു. നേരത്തെ കൊടുത്ത മൂരും കണ്ടിവെണ്ണയും കലക്കിയ വേദന സംഹാരിയായ വീഞ്ഞല്ല ഇത്. ഇതെല്ലാം പൂർത്തീകരിച്ച ശേഷം യേശു ദാഹിച്ചപ്പോൾ കുടിച്ച പുളിച്ച വീഞ്ഞ്, അല്ലെങ്കിൽ ഇത് ചൊറുക്കയാണ്, വിനെഗർ അല്ലേ, അങ്ങനെയല്ലേ പറയണേ എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് കുടിച്ച ശേഷം യേശു പറഞ്ഞു, നിവൃത്തിയായി. അതിൻ്റെ ഗ്രീക്ക് പദം ടെറ്റലസ്റ്റായി എന്നാണ്. ഒരു പണി ഏൽപ്പിച്ച് അത് തീർത്ത് കൊടുക്കുന്നതിനാണ്. ഏൽപ്പിച്ച പണി തീർത്തു കൊടുക്കുന്നതാണ്. സകലതും പൂർത്തിയായി. ഇനി അതിന് പകരം ഒന്നും ചെയ്യേണ്ടതില്ല, എല്ലാം പൂർത്തീകരിച്ചു. ഇനി മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആരും ഒന്നും ചെയ്യേണ്ടതില്ല. ടെറ്റലസ്റ്റായി, സകലതും പൂർത്തീകരിച്ചു. ഇത് പറഞ്ഞ യേശു തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ശബത്തിൽ ക്രൂശിൽ ശരീരങ്ങൾ ഇരിക്കരുത് എന്നതുകൊണ്ട് പടയാളികൾ വെള്ളിയാഴ്ച വൈകുന്നേരം യേശുവിൻ്റെ ശരീരം ക്രൂശിൽ നിറക്കുവാനായിട്ട് വന്നു. ക്രൂശിൽ കിടക്കുന്ന വ്യക്തി മരിച്ചു എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടി, മരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടി കാലവർ ഒടിക്കും. യോഹന്നാൻ 19:31 മുതൽ 33 വരെ വായിക്കുമ്പോൾ, അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ചെടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവൻ്റെയും കാൽ ഒടിച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാൽ ഒടിച്ചില്ല. യോഹന്നാൻ 19:34 പറയുന്നു, എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. കർത്താവ് വേഗം മരിച്ചതിനാൽ കാലൊടിക്കേണ്ടി വന്നില്ല. എന്നാൽ മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിപ്പൊളിച്ചു. അത് ഹൃദയം വരെ തുളഞ്ഞ് കയറി കാണും. അതുകൊണ്ടാണ് രക്തവും ഹൃദയത്തിന് ആവരണമായിട്ട് കിടക്കുന്ന വെള്ളവും കൂടെ പുറത്തേക്ക് വന്നത്. അവസാന തുള്ളി രക്തം വരെ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തുപോയി. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി, നമുക്ക് വേണ്ടി പരമയാഗമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അന്ന് വരെ ഒരു രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്യക്കാരനായ യോസഫ് യേശുവിൻ്റെ ശരീരം എടുക്കുവാനായിട്ട് പീലാത്തോസിൻ്റെ അടുക്കൽ നിന്ന് അനുവാദം എടുത്തു. അരിമത്യക്കാരൻ യോസേഫും നിക്കോദിമോസും ചേർന്ന് യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി ശീല പൊതിഞ്ഞ് കെട്ടി ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം വെച്ചു. മത്തായി 27:62 മുതൽ 65 വരെ നമുക്ക് വായിക്കാം. ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന്
3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. യേശുവിൻ്റെ ശരീരം കല്ലറയിൽ അടക്കി കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതനും കൂട്ടാളികൾക്കും വെപ്രാളം തുടങ്ങി. യേശു ജീവിച്ചിരുന്ന സമയത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 3-ാം നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതെങ്ങാനും സംഭവിച്ചാലോ? ഇത്രയും കഷ്ടപ്പെട്ട് ഉള്ള ആരോപണം പറയാവുന്നത് മുഴുവൻ പറഞ്ഞു, അവനെ ക്രൂശിക്കാന്ന് സകലരെ കൊണ്ട് ആർത്ത് വിളിപ്പിച്ച് എല്ലാം ചെയ്യിപ്പിച്ച് ക്രൂശിച്ച കാര്യം വെറുതെ ആയിപ്പോവും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ. അതുമാത്രമല്ല, പിന്നെ കാര്യങ്ങൾ പിടിച്ചാൽ കിട്ടാതെ പോകും. അവർ വേഗം പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ ശരീരം മോഷ്ടിച്ചിട്ട് യേശു ഉയർത്തെഴുന്നേറ്റതാണെന്ന് പറഞ്ഞ് പരത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കണം എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരുടെ ആവശ്യം മാനിച്ചു. കല്ലറയുടെ മുമ്പിൽ കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലിന് മുദ്ര വെച്ചു. ഇങ്ങനെ കല്ലറ സീൽ ചെയ്തൊരു സംഭവം ചരിത്രത്തിലുണ്ടായിട്ടില്ല. നമ്മളിവിടെ താഴിട്ട് പൂട്ടണ പോലെയല്ല, മനസ്സിലായോ? അന്നത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ അതുപോലത്തെ കൽപ്പനയല്ല. ഇതൊന്നും ഒരു കെട്ടുകഥയല്ല, പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സ്റ്റോറിയല്ല, ഹിസ്റ്ററിയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ് സ്റ്റോറി, അവൻ്റെ ചരിത്രം. നമ്മളൊരു കാര്യം ഓർക്കണം, യേശുവിൻ്റെ സാധാരണക്കാരായ ശിഷ്യന്മാർക്കോ യേശുവിൻ്റെ കൂടെ നടന്ന സ്ത്രീകൾക്കോ റോമൻ ഗവൺമെൻറ്റിൻ്റെ പട്ടാളക്കാരുടെ ഈ കാവല് ഭേദിച്ച് ആ ബോഡി മോഷ്ടിക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. ശിഷ്യന്മാരെല്ലാം തന്നെ അന്ന് ഭയങ്കര ഫിയറിലാണ്, പേടിച്ചവർ ഒളിവിലാണ്. എന്നാൽ സ്വർഗീയ ദൂതന്മാർ വന്ന് കല്ലറയുടെ കാവൽ ഏറ്റെടുക്കുന്നത് വരെ റോമൻ പടയാളികൾ മിശിഹാ രാജാവിന് കല്ലറയ്ക്ക് മുമ്പിൽ ഗാർഡ് ഓഫ് ഓണർ കൊടുത്തുകൊണ്ട് നിന്നു. ഞങ്ങളാണ് ഏറ്റവും ശക്തരായ റോമൻ പടയാളികൾ എന്ന അഹങ്കാരത്തോടെ ഈ കല്ലറ ആര് തകർക്കും, ഞങ്ങൾ കാവൽ നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റ് സോൾജിയേഴ്സ് കാവൽ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഇതും പൊളിച്ച് ഈ ബോഡി എടുത്തുകൊണ്ട് പോകുവാനായിട്ട് ആർക്ക് പറ്റുമെന്നുള്ള ചിന്തയോടുകൂടി അവർ നിന്നു. മത്തായി 28:1-8 വരെ നമുക്ക് വായിക്കാം. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ചു മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, എന്നാൽ ഞാൻ അറിയുന്നു അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. എന്നോടും നിന്നോടും ഉയർത്തെഴുന്നേറ്റവൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനൊരു സമയം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞ സമയത്ത് എന്നോടും നിന്നോടും പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റുവാൻ ശക്തനാണ് ഉയർത്തെഴുന്നേറ്റിട്ടുള്ള കർത്താവ്. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും? താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, താൻ പറഞ്ഞതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു തരുന്നവനാണ് കർത്താവ്. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവിൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാനായിട്ട് ഓടിപ്പോയി. റോമൻ പട്ടാളക്കാരുടെ ധൈര്യം മുഴുവൻ സ്വർഗത്തിലെ ദൂതനെ കണ്ടപ്പോൾ ചോർന്നുപോയി.
എന്നാൽ പാവപ്പെട്ട സ്ത്രീകളുടെ ധൈര്യം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടപ്പോൾ അവർ ഓടി. ഹല്ലേലൂയ. യേശുവിന്റെ കല്ലറ കാത്ത കാവൽക്കാർക്ക് സംഭവിച്ചത് ഓടിച്ചെന്ന് മഹാപുരോഹിതനോട് അവരെ അറിയിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? അവർ ധാരാളം പണം കൊടുത്ത് കാവൽക്കാരെ വശത്താക്കി ഞങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാര് ശരീരം മോഷ്ടിച്ചു എന്ന് പറയിപ്പിച്ചു. അടുത്ത നുണ. അങ്ങനെ ഒരു നുണ പറഞ്ഞ് പരത്തുവാണ് അവിടെ. എന്നാലും സത്യം സത്യമായിട്ട് എന്നും കിടക്കുന്നു പ്രിയപ്പെട്ടവരെ. 2000 വർഷങ്ങളായി എന്നും യേശുവിനെ അടക്കം ചെയ്ത കല്ലറ തുറന്നു കിടക്കുകയാണ്. ആമേൻ. അത് ലോകത്തോട് ഇന്നും വിളിച്ചു പറയുന്നത് സത്യമാണ്. നസ്രയനായ യേശു എന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സർവ്വലോകത്തിന്റെയും പാപത്തിന് പരിഹാരമായി ഒരിക്കലായി അറുക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, യേശു മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ 3-ാം നാൾ പ്രവചനം പോലെ തന്നെ റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. മഹാത്മാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ സരോജിനി നായിഡു കുറെ പൂക്കളുമായിട്ട് മഹാത്മാവിന്റെ സമാധിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, മഹാത്മാവേ മഹാത്മാവേ ഉയർത്തെഴുന്നേൽക്കുക, യേശു കർത്താവ് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു. ലോകത്തിലെ സകല രാജാക്കന്മാരുടെയും സകല നേതാക്കന്മാരുടെയും കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ഒരുത്തന്റെ കല്ലറ മാത്രം തുറന്നിരിക്കുന്നു. അത് യേശു കർത്താവിന്റെയാണ്. ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ ക്രിസ്തു സഭ ഉണ്ടാകുമായിരുന്നില്ല. യേശുവിന്റെ ക്രൂശീകരണത്തോടെ ധൈര്യം ചോർന്നുപോയ ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റതോടെ വീണ്ടും പൂർവാധികം ധൈര്യമുള്ളവരായി തീർന്നു. മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച യേശുവിന്റെ സാന്നിധ്യം അവരെ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി മാറ്റുവാനായിട്ട് ഇടയായി. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 24:36 മുതൽ 40 വരെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി, ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. യേശു അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെയാകുന്നു. എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ കൈയും കാലും അവരെ കാണിച്ചു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ശിഷ്യന്മാർ തൊട്ടറിഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ജീവൻ കളയുവാനായിട്ട് തയ്യാറായി ഈ ശിഷ്യന്മാർ ഈ സുവിശേഷവുമായിട്ട് ഇറങ്ങുമെന്ന് ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? യേശു ഉയർത്തെഴുന്നേറ്റു എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് രക്തസാക്ഷികളാകാനായിട്ട് ശിഷ്യന്മാർ തയ്യാറാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു നുണയ്ക്ക് വേണ്ടി ആരെങ്കിലും രക്തസാക്ഷി ആകുമോ? ആകൂല. സഭ നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. എന്താ? ഈ സുവിശേഷം കേൾക്കാത്തവരോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, നമ്മുടെ മറ്റു പ്രിയപ്പെട്ടവരോട് ഈ സുവിശേഷം അറിയിക്കാനുള്ള വലിയൊരു ദൗത്യം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. 1 കൊരിന്ത്യർ 15:3 മുതൽ 8 വരെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും, അതായത് പൗലോസിനും പ്രത്യക്ഷനായി. ഇനി ക്രിസ്തു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നതിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രസക്തി? നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രസക്തി? 1 കൊരിന്ത്യർ 15:14 പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. എന്നാൽ യേശു ക്രിസ്തു മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. ആദാമിലൂടെ പാപവും മരണവും
മനുഷ്യരിലേക്ക് പ്രവേശിച്ചതുപോലെ യേശുവിലൂടെ ജീവനും പുനരുത്ഥാനവും മനുഷ്യരിലേക്ക് പ്രവേശിച്ചു. ഈ സുവിശേഷം നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കണം. 1 കൊരിന്ത്യർ 15:20-22 വരെ ഒരുമിച്ച് വായിക്കാം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പൊ മനുഷ്യ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സത്യമാണ് മരണം. എല്ലാ മനുഷ്യരും മരിക്കും. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ മരണത്തെ ക്രിസ്തുവിലുള്ള നിദ്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവ പൈതലിന് മരണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, നിത്യജീവിതത്തിന്റെ തുടക്കമാണ്. മനസ്സിലായോ? ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്നയാളുടെ നിത്യജീവിതത്തിന്റെ തുടക്കമാണ് അവിടെ ആകുന്നത്. അപ്പൊ ഉയർത്തെഴുന്നേറ്റ യേശു വീണ്ടും തന്റെ സഭയെ ചേർക്കുവാൻ വരും. അന്ന് ജീവനോടെയുള്ള ദൈവമക്കള് രൂപാന്തരപ്പെടും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഈ സുവിശേഷം നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കണം. 1 കൊരിന്ത്യർ 15:51-57 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയ സത്യം നമ്മൾ മനസ്സിലാക്കി. യേശുവിന്റെ ക്രൂശീകരണം ഓർക്കുവാനും യേശുവിന്റെ പുനരുത്ഥാനത്തെ ധ്യാനിപ്പാനും ഇനി തൻ്റെ സഭയെ യേശു ക്രിസ്തു ചേർക്കുവാനായിട്ട് വീണ്ടും മധ്യാകാശത്ത് വരും എന്നുള്ള സത്യം ഓരോ വിഷയം ഓർക്കുവാൻ വേണ്ടി കർത്തൃമേശ എന്ന ഓർഡിനൻസ് നമുക്ക് നൽകിയത് അതിനു വേണ്ടിയാണ്. അതാണ് നമ്മളിപ്പോൾ ആചരിച്ചത്. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് മരണവും ഉയർപ്പും വർഷത്തിലൊരിക്കലും ഓർക്കാനല്ല, മറിച്ച് എല്ലാ ദിവസവും നമുക്ക് ഈ ഓർമ്മയുണ്ടായിരിക്കണം. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എന്നെയും നിങ്ങളെയും ചേർക്കുവാനായിട്ട് കർത്താവ് വാനമേഘത്തിൽ വരുമെന്നുള്ള ഉറപ്പും ബോധ്യം എല്ലാ ദിവസവും നമുക്കുണ്ടായിരിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ. ഇനി തെല്ലോ ഭയം
ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നെ യേശു ജീവിക്കുന്നായതിനാൽ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം യേശുവത്രേ. ആ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലല്ലൻ നിത്യവാസവനെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. മന്നീലല്ലൻ നിത്യവാസവനെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. ഇനി വിണ്ണിലാവീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ വാഴ്ത്തിടുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വീണ്ടും സ്തുതിക്കുവാനും ആരാധിക്കുവാനും, നമ്മുടെ കർത്താവിനെ രക്ഷിതാവിനെ വീണ്ടും സ്തുതിക്കാനും ആരാധിക്കാൻ ഒരു ദിവസം കൂടി നമുക്ക് കർത്താവ് തന്നതിനോർത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവെ, സഭയെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, വന്നിരിക്കുന്ന സകലരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, ചിലപ്പോൾ അവരൊരു വ്യാഴത്തിൻ്റെ അവസ്ഥ, ഒരു ദുഃഖവെള്ളിയുടെ